നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. റേഷൻ കടകൾക്ക് മുൻപിൽ പ്രധാനമന്ത്രിയുടെ ചിത്രവും സെൽഫി പോയിന്റുകളും സ്ഥാപിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ. നിർദ്ദേശങ്ങൾ അല്പത്തരമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. പൊതുവിതരണ സംവിധാനങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു. സംസ്ഥാനത്തെ 20,000-ഓളം റേഷൻ കടകൾക്ക് മുൻപിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള ബാനറുകൾ സ്ഥാപിക്കണം. ഇവയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 500-ഓളം റേഷൻ കടകൾക്ക് മുൻപിൽ മോദിയുടെ ചിത്രമുള്ള സെൽഫി പോയിന്റുകളും സ്ഥാപിക്കണം. മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾക്ക് 10 കിലോ സാധനങ്ങൾ കൊണ്ടുപോകാൻ പ്രധാനമന്ത്രിയുടെ ചിത്രവും കേന്ദ്ര സർക്കാർ ചിഹ്നവും പതിച്ച സഞ്ചികൾ വിതരണം ചെയ്യണം. ഇവയാണ് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി, സംസ്ഥാന ഭക്ഷ്യ സെക്രട്ടറിക്ക് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം കത്തിലെ നിർദ്ദേശങ്ങൾ. മുൻഗണനാ കാർഡ് ഉടമകൾക്ക് കേന്ദ്രം സൗജന്യമായി നൽകുന്ന റേഷൻ വിഹിതത്തെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ലക്ഷ്യമെന്നും കത്തിൽ പറയുന്നുണ്ട്. കേന്ദ്ര നടപടി അല്പത്തരമാണെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ കുറ്റപ്പെടുത്തി. അതേസമയം കേന്ദ്ര നിർദ്ദേശങ്ങൾ നടപ്പിലാകില്ലെന്ന് പറയാൻ ഭക്ഷ്യമന്ത്രി തയ്യാറായില്ല. ഇക്കാര്യത്തിൽ ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. റേഷൻ കടകളുടെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ ചിത്രവും സെൽഫി പോയിന്റും റേഷൻ കടകൾക്ക് മുന്നിൽ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തോട് മുഖം തിരിച്ച് കേരളം. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇത്തരമൊരു പ്രചാരണം ശരിയല്ലെന്നും നടപ്പാക്കാൻ വിഷമമുണ്ടെന്നും കേന്ദ്രത്തെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ചോദ്യോത്തരവേളയിൽ വിഷയവുമായി ബന്ധപ്പെട്ട P. അബ്ദുൽ ഹക്കീം MLA ചോദ്യത്തിന് മന്ത്രി GR അനിൽ മറുപടി നൽകിയ ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. ദീർഘകാലമായി റേഷൻ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിന്റെ ഭാഗമായി റേഷൻ കടകളും നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രചാരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് ശരിയല്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഇവിടെ നടപ്പാക്കാൻ വിഷമമാണെന്നും അറിയിക്കും. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത് അറിയിക്കാൻ പറ്റില്ല എന്നതും പരിശോധിക്കും. സംസ്ഥാനത്തെ 14,000-ലധികം റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ സ്ഥാപിച്ച് റിപ്പോർട്ട് നൽകാൻ FCAയും സംസ്ഥാന ഭക്ഷ്യവകുപ്പിനെയും കേന്ദ്രം ചുമതലപ്പെടുത്തിയിരിക്കുകയാണെന്ന് മന്ത്രി GR അനിൽ. 550 റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അത് പരിശോധിക്കാൻ FCAയുടെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ലോഗോ പതിച്ച ക്യാരി ബാഗുകൾ ഭക്ഷ്യധാന്യ വിതരണം നടത്താനുള്ള പരിപാടിയായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭക്ഷ്യധാന്യ വിതരണം തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഈ വിധത്തിൽ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് സംസ്ഥാന സർക്കാർ ഒരു വിധത്തിലും അംഗീകരിക്കില്ലെന്നായിരുന്നു GR അനിൽ പറഞ്ഞത്. റേഷൻ കടകളുടെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ ചിത്രവും സെൽഫി പോയിന്റും ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ ലോഗോയും അടങ്ങുന്ന ഫ്ലക്സ് ബോർഡുകൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത് 500 റേഷൻ കടകൾക്ക് സമീപം സ്ഥാപിക്കുമോ എന്ന്, ഇതിനായുള്ള തുക ഏത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കും എന്നുമായിരുന്നു അബ്ദുൽ ഹക്കീമിന്റെ ചോദ്യം.